ഹായ്, നമ്മൾ ഇന്നുള്ളത് കർണാടകയിലെ കൂർഗിലാണുള്ളത്. ഇവിടെ ഏബിൾ വാട്ടർ പ്രൂഫിങ്ങിന്റെ ഏറ്റവും പുതിയ ഒരു പ്രൊജക്റ്റ് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നത്. ഇവിടെ നമുക്ക് ടൈൽ ഇട്ട ഏരിയയും അതുപോലെ തന്നെ നോർമൽ നമ്മുടെ റൂഫും രണ്ട് ഏരിയ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളുമായിട്ട് നമ്മൾ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് ടൈലിട്ട ഏരിയയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ നമ്മൾ ടൈൽ ഇടുന്നതിന് മുമ്പ്, റൂഫിൽ ടൈൽ ഇടുന്നതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും, അല്ലാത്ത ഏരിയകൾ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും, രണ്ട് രൂപത്തിലുള്ള രണ്ട് ഏരിയകളിലുള്ള വാട്ടർ പ്രൂഫിംഗ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഓപ്പൺ ടെറസിൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്യാതെ ടൈൽ ഇട്ട് കഴിഞ്ഞാലുള്ള ഒരവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. ഇവിടെ നല്ല രൂപത്തിൽ താഴെ ഇന്റീരിയർ ഒക്കെ ചെയ്ത ഭാഗത്ത് നല്ല രൂപത്തിലുള്ള പ്രശ്നം ഇവിടെ ഉണ്ട്. അതിന് പ്രധാന കാരണം നമ്മൾ ഈ ടൈലിട്ട ഏരിയയിലൂടെ വെള്ളം താഴേക്ക് ഇറങ്ങി ജിപ്സൺ അടക്കമുള്ള ഏരിയകൾ നല്ല രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ ടൈല് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്തതിന് ശേഷം വാട്ടർ പ്രൂഫിങ് ചെയ്ത് വീണ്ടും ടൈലിടുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനുള്ള കാരണം, ഇവിടെ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ടൈലിടാനോ കാര്യങ്ങളോ പറ്റില്ല. കാരണം ഇവിടുത്തെ ഈ വാതിൽ കട്ടിൽ വരുന്ന ഭാഗം നന്നായിട്ട് താഴെയാണ് ഇരിക്കുന്നത്. അപ്പൊ വെള്ളം അടിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് വെള്ളം കയറാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഇവിടെ പൊളിച്ചതിന് ശേഷം വാട്ടർ പ്രൂഫിങ് ചെയ്ത് വീണ്ടും ടൈലിടുന്ന ഒരു സിസ്റ്റം ചെയ്യുന്നത്. അല്ല എങ്കിൽ നമ്മൾ ഇതിന് മുകളിൽ ഗ്രിപ്പ് ഇട്ട് ഇതിന് മുകളിൽ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അവരോട് ടൈൽ ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മൾ PU ബേസ്ഡ് ആയിട്ടുള്ള കോട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് ടൈൽ ചെയ്യാതെ തന്നെ ഇതിന് മുകളിൽ PUവിന്റെ മുകളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നടക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പറ്റും. പക്ഷെ ഇവർക്ക് ഇവിടെ ഇതിന് മുകളിൽ ടൈൽ ഫിനിഷ് വേണം നിർബന്ധമായിട്ടും എന്ന് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിന് ശേഷം വീണ്ടും ടൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് റിമൂവ് ചെയ്ത് എന്ത് ചെയ്യുന്നത്, വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് വീണ്ടും ടൈൽ ഇടുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇവിടെ പോയത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു സൈറ്റ് നമ്മൾ കാണുമ്പോൾ പുതിയതായിട്ട് വീട് വെക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഓപ്പൺ ടെറസിൽ നമ്മൾ ടൈൽ ഇടുന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫിന് ശേഷം മാത്രമേ ടൈൽ ഇടാൻ പാടുള്ളൂ. അത് എപ്പോക്സി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും വാട്ടർ പ്രൂഫിങ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പാഠമാണ് ശരിക്കും ഈ ഒരു വർക്ക് നമുക്ക് കാണിച്ചു തരുന്നത്.